ജീവിതകാലത്ത് അധ്വാനിക്കുന്നതെല്ലാം നാട്ടിലേക്ക് എത്തിച്ച് പ്രിയപ്പെട്ട മക്കളോടൊപ്പം ഒരു ജീവിതം അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേറുന്ന തരത്തിൽ അവരെ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഒരുക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവാസ ജീവിതത്തിന് പുറപ്പെട്ടതാണ് സുജ. പക്ഷേ സുജ ഇന്ന് തിരികെ വരുമ്പോൾ, പൊതുവേ ഇങ്ങനെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ മിഠായിപ്പൊതികളും സമ്മാനപ്പൊതികളുമായി മക്കളെ ചേർത്ത് വെച്ച് മുഖത്തുമ്മ കൊടുത്തു വരേണ്ട മാതാവാണ്. പക്ഷേ ഇന്ന് അവർ നാട്ടിലെത്തുന്നത് അങ്ങേയറ്റം സങ്കടകരമായ, ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകല്ലേ എന്ന് ആത്മാർത്ഥമായി അവർ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച കാര്യം അത് സംഭവിച്ചിരിക്കുന്നു. ആ ഒരു സങ്കടം അത് ആ നാടിൻ്റെ നൊമ്പരമായി മാറുന്നു. അത്രത്തോളം മനോവേദനയിൽ, അത്രത്തോളം സങ്കടക്കടലായി ആ നാടും ആ നാട്ടുകാരും മാറുന്നു. കേരളക്കരയുടെ നൊമ്പരമായി തന്നെ മിഥുൻ മാറുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഈ പറയുന്നതുപോലെ 8ാം ക്ലാസ്സുകാരനാണ് മിഥുൻ. പക്ഷേ ജീവിതത്തെക്കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. NCC സ്കൂളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, NCC ചേരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പടവുകൾ മെല്ലെ മെല്ലെ ചവിട്ടിക്കയറുന്നതിനിടെയാണ് പാതിയിൽ അവൻ ഈ നാടിനെ, ഈ വീട്ടുകാരെ, ആ പ്രിയപ്പെട്ടവരെ വിട്ട് മടങ്ങുന്നത്. ഒരിക്കലും നനച്ചിരിക്കാത്ത നേരത്ത് മരണം അവനെ തേടിയെത്തി. ആ വ്യാഴാഴ്ച ആ ദൃശ്യങ്ങൾ കണ്ടതു മുതൽ ആരോരുമല്ലാതിരുന്ന മിഥുൻ്റെ നമുക്ക് മുന്നും ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്നു മുതൽ അവൻ നമ്മുടെ പ്രിയപ്പെട്ടവനായി മാറുന്നു. അധികൃത അനാസ്ഥ അടക്കമുള്ള ആരോപണങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ ഒരു സമയത്ത് അതിലേക്കൊന്നും കടക്കുന്നില്ലെങ്കിലും ഒരു അങ്ങേയറ്റം നമ്മൾക്ക് ഇങ്ങനെ ഒരു കാഴ്ചകൾ ഇനി ഈ പൊതുസമൂഹത്തിൽ കേരളത്തിൽ ഉണ്ടാകരുതെന്ന് മാത്രം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നേരത്തെ ഈ നിലമ്പൂരിൽ ഇത്തരത്തിൽ പന്നിക്കിൽ നിന്ന് ഷോക്കേറ്റ് അനന്തു മരിച്ച സംഭവം അത് റിപ്പോർട്ട് ചെയ്തിട്ട് അത്രത്തോളം മാസങ്ങളായിട്ടില്ല, ഒരു 1.5 മാസമേ കഴിഞ്ഞുള്ളൂ. അന്നും സമാനമായൊരു അന്തരീക്ഷമാണ് നമ്മൾ കണ്ടത്. അതേപോലെ വീണ്ടും അത്ര വൈകാതെ തന്നെ മറ്റൊരു കാഴ്ച മലയാളക്കരെ കാണുമ്പോൾ ഇനിയെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ഇങ്ങനെയൊന്ന് ഇനി ഈ ആയുസ്സിൽ കാണാതിരിക്കട്ടെ. ആ കുടുംബത്തെ, അവൻ്റെ പ്രിയപ്പെട്ടവരെ, അവരെ ഏത് വാക്കുകൾ കൊണ്ട് നമുക്ക് ആശ്വസിപ്പിക്കാനാകും എന്ന് തന്നെയാണ് ആ നാടിനെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഓരോരുത്തർക്കും ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇല്ലാതാകുന്നതിൻ്റെ വേദനയാണ് ഇതിലൂടെ അവർക്കുണ്ടാകുന്നത്. നേരത്തെ അരുൺ രാജ് റിപ്പോർട്ട് ചെയ്തതുപോലെ ചുമ്മാ ആ വഴിക്കൊക്കെ പോകുമ്പോൾ അവിടെ അയൽവക്കത്തുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ളവരോടൊക്കെ ലോഹ്യം പറഞ്ഞ് സംസാരിച്ചു പോകുന്ന മിഥുനാണ്. ആ സ്കൂളിൽ ചെന്നിട്ട് മാസം 2 ആകുന്നേ ഉള്ളൂ. പക്ഷേ ആ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവനായി മാറുന്നു. അപ്പോൾ തന്നെ മിഥുൻ എത്രത്തോളം വാക്കുകൾ കൊണ്ടും അവൻ്റെ പ്രവൃത്തികൾ കൊണ്ടും അവൻ്റെ സ്വഭാവം കൊണ്ടും എത്രത്തോളം ജനങ്ങളുമായി അടുത്തിടപഴകുന്ന ആളാണെന്ന് നമുക്ക് വ്യക്തമാണ്. അങ്ങനെ ഒരുപാട് മനുഷ്യരുടെ സ്നേഹം പിടിച്ചുപറ്റി അവരുമായി സ്നേഹത്തിലായി അവരുടെ പ്രിയപ്പെട്ടവനായി മാറി. വളരെ കുറച്ചാകുന്നേ ഉള്ളൂ ആ സ്കൂളിലടക്കം എത്തിയിട്ട്. പക്ഷേ അവൻ്റെ യാത്ര പാതിയിൽ അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്ന അങ്ങേയറ്റം സങ്കടകരമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഷഫീദ് റാവുത്തർ കൂടി നമ്മോടൊപ്പം ചേർന്നു. ഷഫീദ്, ഈ 2-3 മാസം മുമ്പാണ് സുജ വിദേശത്തേക്ക് പോയതെന്ന് മനസ്സിലാക്കുന്നു. തിരികെ മക്കളെ ചേർത്ത് പിടിച്ച് വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന അമ്മയാണ്, സമ്മാനപ്പൊതികളുമായി വരേണ്ട അമ്മയാണ്. 2 മക്കളോടും ആ ഒരു വർഷം അല്ലെങ്കിൽ അവർ വിദേശത്തിരുന്ന സമയത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ട, അവരുടെ സുഖവിവരങ്ങൾ തേടേണ്ടിയിരുന്ന മാതാവാണ്. പക്ഷേ ഇന്ന് എത്തിയത് കേരളക്കരയുടെ നൊമ്പരമായാണ്. ആ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ വിളന്തരയുടെ വീട്ടിൽ അവരുടെ സ്വന്തം മകനെ അവസാനം നോക്ക് കാണുമ്പോൾ ആശ്വസിപ്പിക്കാനാകാതെ ആ അമ്മയുടെ സങ്കടത്തിൽ എങ്ങനെ ഇഴുകിച്ചേരുമെന്നറിയാതെ അങ്ങനെ പ്രതിസന്ധി നേടുന്ന ഒരു ജനവിഭാഗത്തെ, ഒരു ജനതയെ, ഒരുപാട് നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ നമ്മൾ കാണുന്നു. അങ്ങേയറ്റം നൊമ്പരക്കടലായ കാഴ്ചയാണ്, സങ്കടക്കടലായ കാഴ്ചയാണ്. ആ വീട്ടിലെ ഓരോ രംഗങ്ങളും അത് എത്രത്തോളം ഉണ്ട്, അവരുടെ സങ്കടം എത്രത്തോളം ഉണ്ടെന്നൊക്കെ വിവരിക്കാൻ വാക്കുകൾക്ക് പരിമിതി ഉണ്ടെന്നറിയാം. ഷഫീദ്, എന്തൊക്കെയാണ് ഇവിടുത്തെ നിലവിലെ അവിടുത്തെ ഒരു അന്തരീക്ഷം? സുഹേലെ, 4 മാസം മുൻപാണ് ഈ അമ്മ സുജ അവരുടെ പരിമിതികളായ ജീവിത സാഹചര്യങ്ങളെ മറികടക്കാൻ വിദേശത്തേക്ക് പോയത്. മുൻപ് ഒരു അയൽവാസി പറഞ്ഞതുപോലെ, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു അത്, അതായത് അയൽവാസി പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട മക്കളുടെ നല്ല വിദ്യാഭ്യാസം, കുടുംബത്തിന്റെ ഉന്നതി, അതിനൊക്കെ അപ്പുറത്തേക്ക് മികച്ച ഒരു ജീവിതം, ഇതൊക്കെ ലക്ഷ്യം കണ്ടുകൊണ്ടായിരിക്കാം സുജ പോയത്. സുജ ഒരിക്കലും ഇങ്ങനെ ഒരു മടങ്ങിവരവ് ഏതെങ്കിലും അമ്മ സ്വപ്നത്തിൽ പോലും കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 പ്രിയപ്പെട്ട മക്കൾ, അതിൽ മൂത്തവൻ മിഥുൻ. ആ മിഥുൻ ജീവിതത്തിന്റെ ആ കുടുംബത്തിന്റെ നട്ടല്ലാകേണ്ടവൻ, താങ്ങാകേണ്ടവൻ, തണലാകേണ്ടവൻ. ആ മിഥുനെ ഈ രീതിയിൽ വന്ന് കാണാനായിരിക്കില്ല. ഒരുപാട് സമ്മാനങ്ങളുമായി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് മക്കൾക്ക് മികച്ച ഒരു വിദ്യാഭ്യാസം കൊടുത്ത് ആ മക്കളെ ചേർത്ത് പിടിച്ച് തിരുതരെ ഉമ്മ കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെ ആയിരിക്കാം അവർ ഇവിടെ നിന്ന് പോകുമ്പോൾ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല. ചേതനേറ്റ് കിടക്കുന്ന മകന്റെ ശരീരം, ആ ശരീരത്തിലേക്ക് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒരു ഗ്ലാസ് മറ, അതടക്കമുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ ആ അമ്മയ്ക്ക് ആർത്തലച്ച് അങ്ങനെ വീഴാനല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. കാരണം അത്രത്തോളം വിഷമം, ഒരു സങ്കടത്തിന്റെ ഒരു കടൽ, അല്ലെങ്കിൽ ഒരു വലിയ പാറക്കല്ല് മനസ്സിൽ കൊണ്ട് അവരുടെ മനസ്സിലുണ്ടാകാം. കാരണം പ്രിയപ്പെട്ട ഒരാളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ വിലാപമാണ്, അവരുടെ ദുഃഖമാണ്. ആ കുടുംബത്തിന്റെ അത്താണിയായി മാറേണ്ടവൻ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ, ഒരു അപകടത്തിൽ, ഒരു അനാസ്ഥയിൽ ഇങ്ങനെ ജീവൻ പൊലിഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ആ മനുഷ്യരുടെ മനസ്സിൽ, അവരുടെ നെഞ്ചിൽ ഒരിക്കലും മായാത്ത മുറിവായി അത് മാറുന്നതിനപ്പുറത്തേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഇപ്പോഴും നിലയ്ക്കാത്ത ജനപ്രവാഹം, ജനങ്ങൾ, അത് ഇതിനെ ഒരിക്കലെങ്കിലും കണ്ടവരോ കേട്ടവരോ ഇതിനെക്കുറിച്ച് അറിയുന്നവരോ ആയിരിക്കില്ല. പകരം ഈ കൊല്ലം ജില്ലയും കടന്നത്, അല്ലെങ്കിൽ ഈ വിളന്തറയും കടന്ന് പാവുമ്പയും ഭരണിക്കാവും
തൊട്ടപ്പുറത്തേക്കുള്ള ശൂരനാടും ഒക്കെ കടന്ന് മറ്റ് സ്ഥലങ്ങൾ ഇവിടെ നിൽക്കുന്ന ആളോട് നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്നാണ്, തിരുവനന്തപുരത്ത് നിന്ന്, പത്തനംതിട്ടയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്. അങ്ങനെ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മിഥുനെ കാണാൻ ആളുകൾ എത്തണമെങ്കിൽ കേരളത്തിന്റെ അല്ല മലയാളികളുടെ നഷ്ടമാണ് മിഥുൻ എന്നവർ തിരിച്ചറിയുന്നുണ്ട്. ഈ സിസ്റ്റത്തിന്റെ അനാസ്ഥ കാരണം നഷ്ടപ്പെട്ടു പോയൊരു ജീവനെ, ആ കുടുംബത്തെ ഇങ്ങനെയല്ലാതെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയില്ല. മിഥുൻ അവസാനമായി നമുക്ക് നൽകേണ്ട സ്നേഹം അത് ഈ യാത്രയപ്പാണ്, ഈ ആളുകളുടെ സാന്നിധ്യമാണ്. ഇപ്പോഴും നിലയ്ക്കാത്തതാ ആ ഒരു 1.5 കിലോമീറ്റർ ദൂരം ഇപ്പോഴും തുടരുന്ന ആ നീണ്ട ക്യൂ ആണ്. പ്രതികൂല കാലാവസ്ഥയിലും മഴ ഇങ്ങനെ പെയ്യുമ്പോഴും മിഥുനെ കാണാൻ മഴ നനഞ്ഞു നിൽക്കുന്ന അവരാണ്. മിഥുനെ കുറിച്ച് നല്ലത് പറയുന്ന അയൽവാസികളാണ്. മിഥുന് പ്രിയപ്പെട്ടവന്റെ കൂട്ടുകാരാണ്. ആ കൂട്ടുകാരെയൊക്കെ നമുക്ക് ഇവിടെ കാണാം. അവരുടെയൊക്കെ മനസ്സുലഞ്ഞ് കണ്ണ് നിറഞ്ഞ് നെഞ്ചു പൊട്ടി ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച അത് എങ്ങനെ വിവരിക്കുമെന്നറിയില്ല. അത്രത്തോളം ദുഃഖഭരിതമാണ്. 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ പറഞ്ഞത്. പക്ഷേ അത് 4 മണിക്ക് തന്നെ നടത്താൻ കഴിയുമോ എന്നറിയില്ല. സമയക്രമങ്ങൾ തെറ്റിപ്പോകുന്ന വൈകാരികത അത് നമുക്കിവിടെ കാണാൻ കഴിയും. ഏതായാലും ഇനി ഒരിക്കലും ഒരാൾക്കും ഈ അവസ്ഥ ഉണ്ടാകരുത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. അതിങ്ങനെയാണ്, മരണം കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന വീഴ്ചകൾ ഇനി നമ്മുടെ ചുറ്റും ഉണ്ടാകരുത്. ഇനി ഒരാളുടെയും ജീവൻ ആ വിധത്തിൽ നഷ്ടമാകരുത് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. സുഹൈൽ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ പാതി പണിതീർത്ത വീടാണ്, വെള്ളപൂശാത്ത വീടാണ്. ആ വീടിൻ്റെ വർണ്ണം നിറയ്ക്കാൻ ആ പ്രിയപ്പെട്ട മിഥുനും അവൻ്റെ സഹോദരനും അടക്കം പഠിച്ച് ഉന്നതിയിലെത്തിയതിനു ശേഷം അവരോടൊപ്പം ചേർന്ന് സ്വപ്നങ്ങൾ നെയ്തെടുത്ത കുടുംബമാണ്. ആ വീട്ടുകാരുടെ പരാധീനതകൾ, പരിമിതികൾ മറികടക്കാൻ അവരാണ് അവരുടെ സ്വപ്നങ്ങളെ നെയ്തെടുത്തത്. അവരാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് ഊർജ്ജം പകർന്നത്. ആ ഊർജ്ജം പകർന്ന സ്വപ്നങ്ങൾക്ക് കരുത്തായ മൂത്ത മകനാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാകാതെ ആ നാട് കരയുകയാണ്, തേങ്ങിക്കരയുകയാണ്, നെഞ്ചുലയുകയാണ് ഓരോ മനുഷ്യരുടെയും. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അമ്മ സുജ അവസാന നോക്ക് കാണുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മകനെ. അവരുടെ കണ്ണുകളിലടക്കം അവർക്ക് ഇനി എന്ത് വികാരം, അത് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊന്നും അറിയാതെ നിശ്ചലമായി നിൽക്കുകയാണ്. ആ ഉള്ളുലിയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു 4 മാസം മുമ്പ് മകനെയും അനുജനെയും അവിടെ വീട്ടിലാക്കി പ്രവാസ ജീവിതത്തിന് പോയതാണ്. എല്ലാ ദിവസവും അവരുടെ കാര്യവിവരങ്ങൾ ചോദിച്ചറിയുന്നവരാണ്. അങ്ങനെ അവർക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഓരോ ദിവസം ചോദിച്ചറിഞ്ഞ് വരുമ്പോൾ എല്ലാം കൊണ്ടുവരാമെന്ന് നമ്മൾ എല്ലാ പ്രവാസികളും അവരവരുടെ മക്കളോട് പറയുന്നത് പോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയതാണ്. തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ അതെല്ലാം ചേർത്ത് പിടിച്ച് മക്കൾക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ച അമ്മയായിരിക്കും. പക്ഷേ ആ അമ്മ ഇന്ന് നാട്ടിലെത്തിയപ്പോൾ അവർക്ക് കരുത്താകേണ്ട 2 മക്കൾ ഒരാൾ ഇനി ഉണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് തിരികെ എത്തിയത്. ഇനി എന്തവരുടെ മുന്നിലേക്ക് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അനാസ്ഥയുടെ ഇര എന്നൊക്കെ നമ്മൾ സാങ്കേതികമായി പലതവണ പറയുമ്പോഴും ഒരു വീഴ്ചയുടെ ഇരയായി മിഥുനെ കാണുമ്പോഴും ആത്യന്തികമായി നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിനാണ്. ആ കുടുംബത്തിന് കരുത്താകേണ്ടവനാണ്, മൂത്ത മകനാണ്, അനുജന് വഴികാട്ടിയാവേണ്ടവനാണ്. വയോധിക കാലത്ത്, വാർദ്ധക്യകാലത്ത് മാതാപിതാക്കൾക്ക് താങ്ങാവേണ്ടവരാണ്. അവരുടെ സ്വപ്നങ്ങൾക്ക്, അവരുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് അവരെ കാഴ്ചകൾ കാണാൻ പഠിപ്പിക്കേണ്ടവരാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് മുന്നോട്ടിറങ്ങേണ്ട ഒരു പാവത്തിനെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചലനമറ്റ രീതിയിൽ കാണുന്നത്. പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഏറെക്കുറെ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവും. കാരണം ഒരു 3-4 മാസമായി മക്കളെ നേരിട്ട് കാണാതെ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനായി, അവരുടെ ജീവിതത്തിനായി, അവരുടെ ഉന്നമനത്തിനായി വിദേശത്ത് പോയ മാതാവ് പെട്ടെന്ന് ഈ വാർത്ത അറിയുമ്പോൾ അവരുടെ മാനസികാവസ്ഥയിലൂടെ നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യാത്ത അത്തരത്തിലൊരു മാനസിക സ്ഥിതി ആയിരിക്കും അവർക്ക് ഉണ്ടാകുക. ഒടുക്കം നാട്ടിലെത്തുമ്പോൾ അങ്ങനെ എയർപോർട്ടിൽ നിന്ന് സഞ്ചരിച്ച ഓരോ കിലോമീറ്ററുകളും അവരുടെ മനസ്സിൽ എന്തൊക്കെ കാഴ്ചകൾ മിന്നിമറിഞ്ഞു പോയിട്ടുണ്ടാവും. അവനെ പ്രസവിച്ചത് മുതൽ അവൻ്റെ ഈ കാലത്തെ ഓരോ ഘട്ടത്തിലുള്ള ഓരോ വളർച്ചയിലെ ഓരോ നല്ല നിമിഷങ്ങൾ പോലും ഓർത്തെടുത്ത് ഇങ്ങടക്കം വീട്ടിലേക്ക് എത്തുമ്പോൾ ചേതനേറ്റ മകനെ കാണുമ്പോൾ അവർ പിന്നിടുന്ന അവരുടെ മാനസിക വേദന നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇനി ഇങ്ങനെ ഒരു മാതാവിന് ഇത്രത്തോളം വേദന ഉണ്ടാവല്ലേ എന്ന് മാത്രമായി ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. മരണം ഒട്ടും നനച്ചിരിക്കാത്ത നേരത്തെ ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഷോക്കേറ്റ് ആ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് പിടഞ്ഞു വീഴുന്ന രംഗം തൊട്ട് അവൻ നമ്മളെ കരയിപ്പിച്ചു തുടങ്ങിയതാണ്. അവിടെ തൊട്ട് അനാസ്ഥയുടെ ഓരോ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. പക്ഷേ അതിലേക്കൊക്കെ ആഴത്തിലുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകണം. അതിനൊക്കെ കൃത്യമായ മറുപടികൾ ഉണ്ടാകണം. അതിനൊക്കെ കൃത്യമായ സൊല്യൂഷൻസ് ഉണ്ടാകും. അതിനും അപ്പുറത്തേക്ക് നമുക്ക് ഏറ്റവും കൃത്യമായ രീതിയിൽ അവനൊരു വിടവാങ്ങൽ നൽകുക, അവന് അന്തിമോപചാരം അർപ്പിക്കുക, അത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി. അങ്ങനെ അവൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടറിഞ്ഞ് മാത്രം എത്തിയ ഒരുപാട് മനുഷ്യരുണ്ട് ഈ കൊല്ലം ജില്ലയ്ക്ക് അപ്പുറത്ത് നിന്ന്. കേട്ടറിഞ്ഞ് മാത്രം ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3 ദിവസങ്ങളായി കേട്ടറിഞ്ഞതുകൊണ്ട് മാത്രം എത്തിയ മനുഷ്യരുണ്ട്. ഇതാണ് കേരളം, ഇതാണ് മലയാളികൾ. നമുക്കൊരിക്കലും ഇന്നേവരെ അറിയാത്ത മനുഷ്യർ പോലും ചില ഘട്ടങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരാകുമ്പോൾ, നമ്മുടെ മകനാകുമ്പോൾ, സഹോദരനാകുമ്പോൾ, നമ്മുടെ പേരക്കുട്ടിയാകുമ്പോൾ അങ്ങനെ ഓരോ മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നു. നമുക്കിനിയുള്ള ഒരു ഏക വഴി, അല്ലെങ്കിൽ ഇനി നമുക്ക് അവനോട് ചെയ്യാനാകുക അവന് കൃത്യമായ അന്തിമോപചാരം അർപ്പിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ വിങ്ങിപ്പൊട്ടുന്ന ഒരു നാടാകെ വിങ്ങിപ്പൊട്ടുന്ന, കേരളക്കരയാകെ വിങ്ങിപ്പൊട്ടുന്ന
പൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും ചില മനുഷ്യരെ ആശ്വസിപ്പിക്കേണ്ടി വരും. ഈ മിഥുൻ്റെ പ്രിയപ്പെട്ടവരോട് എങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറയാൻ പോലും മനുഷ്യർക്കാകാത്തൊരു അന്തരീക്ഷമാണ് നമ്മളവിടെ കാണുന്നത്. എന്ത് പറഞ്ഞ് എങ്ങനെ സമാധാനിപ്പിക്കുമെന്ന ചോദ്യം അത് തന്നെയാണ് അവിടെ ചുറ്റും നിൽക്കുന്നവരെ വേട്ടയാടുന്നതും. അങ്ങനെ ഓരോ മനുഷ്യരും അവരുടെ പ്രിയപ്പെട്ട മിഥുനെ, അറിഞ്ഞവരെ അറിയാത്തവരെ, അങ്ങനെ മിഥുനെ നേരിട്ടറിഞ്ഞും അറിയാതെയും അവിടെ എത്തിയ ഓരോ മനുഷ്യരുടെയും പ്രിയപ്പെട്ടവനായ മിഥുൻ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി അധിക സമയമില്ല അവൻ്റെ പാതി പണിതീർത്ത വീട്ടിൽ നിന്ന് അവനെ അവിടെ നിന്ന് ഈ ലോകത്തോട്, ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി യാത്ര പറയാൻ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതായത് അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട, അവൻ കളിച്ചിരിച്ച് നടന്ന, അവൻ്റെ പ്രിയപ്പെട്ടവരുമായി നല്ല സമയങ്ങൾ ചെലവഴിച്ച് വീട്ടിൽ നിന്ന് മടങ്ങാൻ ഇനി കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം. അതുപോലെ തന്നെ അവൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവനെ ഇങ്ങനെ ചേതനയേറ്റാണെങ്കിലും നേരിട്ടിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ സമയങ്ങൾ മാത്രം. അത്രത്തോളം വൈകാരികമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഈ അവരുടെ വൈകാരികതയെ, അവരുടെ സങ്കടത്തെ, അതൊക്കെ നമുക്ക് പുറത്തേക്ക് പറയണമെങ്കിൽ, അത് വിവരിക്കണമെങ്കിൽ വാക്കുകൾ വേണം. ആ വാക്കുകൾ പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന കാഴ്ച, സങ്കടനൊമ്പരമായ കാഴ്ചയാണ് നമ്മൾ വിളന്തറയിലെ ഈ പറയുന്ന മിഥുൻ്റെ വീട്ടിൽ നിന്ന് കാണുന്നത്. അവൻ്റെ വീടിനടുത്തുള്ളവർ, നാട്ടുകാർ, പ്രിയപ്പെട്ടവർ എല്ലാവരും അവസാനം നോക്ക് കാണുകയാണ്. ഇത്തരത്തിൽ അണമുറിയാത്തൊരു നീണ്ട നിര അവിടെയുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണ്, മഴയാണ്. പക്ഷേ അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. അവസാനമായി അവനെ ഒരു നോക്ക് കാണാൻ എന്ത് പ്രതിസന്ധികൾ നേരിട്ടാണെങ്കിലും അവിടെ എത്തുന്ന മനുഷ്യരുണ്ട്. അവൻ എന്നേവരെ അറിയാത്ത മനുഷ്യർ പോലും കണ്ണീരണിയുന്നത് നമ്മൾ കാണുന്നതാണ്. ചില മനുഷ്യർ അവരവരുടെ ജീവിതകാലം കൊണ്ട് എത്രത്തോളം പ്രിയപ്പെട്ടവരായി മാറുന്നു എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം കൂടിയാണ് മിഥുൻ.